Hi students, welcome back. Today we are going to discuss absolute error, relative error and percentage error. Okay, let us start. Suppose the values obtained in several measurements are A1, A2, A3, etc. AN. The arithmetic mean of these values is taken as the best possible value of the quantity under the given conditions of measurement as. അപ്പം നമ്മൾ ഒരു മെഷർമെൻ്റ് എടുത്തപ്പോൾ അതിന് കിട്ടിയ വാല്യൂസ് എന്ന് പറയുന്നത് A1, A2, A3 എക്സെട്ര AN ആണ് നമ്മൾ സപ്പോസ് ചെയ്യുക. എന്നിട്ട് നമ്മളെടുത്ത ഈ വാല്യൂസിൻ്റെ എല്ലാം മീൻ നമ്മൾ കണ്ടുപിടിക്കാൻ പോകണം. മീൻ വാല്യൂ കണ്ടുപിടിക്കാൻ ഈ എല്ലാ വാല്യൂസും കൂടെ ആഡ് ചെയ്തിട്ട് ടോട്ടൽ നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. A1 പ്ലസ് A2 പ്ലസ് A3 പ്ലസ് എക്സെട്ര പ്ലസ് AN ഡിവൈഡഡ് ബൈ N. ദാറ്റ് ഈസ് നോൺ ആസ് എ മീൻ. അതാണ് എ മീൻ എന്ന് പറയുന്നത്. ഈ എ മീൻ എന്ന് പറയുന്ന വാല്യൂ നമ്മളെടുത്ത ആ മെഷർമെൻറ്റിൻ്റെ ട്രൂ വാല്യൂവിന് ഇക്വലൻ്റ് ആയിട്ടുള്ളൊരു വാല്യൂ ആയിരിക്കും എ മീൻ എന്ന് പറയുന്നത്. ഇനി എ മീനെ നമുക്ക് സമ്മേഷൻ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. സിഗ്മ കണ്ടോ, ഇത് സമ്മേഷൻ്റെ സിമ്പിളാണ്. I ഈസ് ഈക്വൽ ടു 1 to AN AI ബൈ N. അപ്പം നമ്മൾ ഈ I എന്ന് പറയുന്ന 1 to N ആണ്. അപ്പോൾ ഐക്ക് നമ്മൾ 1 മുതൽ N വരെയുള്ള വാല്യൂസ് ഇട്ട് കൊടുക്കാൻ പറ്റും. A1, A2, A3, A4 എക്സെട്ര AN വരെ. അതാണ് ഇത് കണ്ടോ, A1 പ്ലസ് A2 പ്ലസ് A3 പ്ലസ് എക്സെട്ര പ്ലസ് AN ബൈ N. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, ഈ എ മീൻ എന്ന് പറയുന്നതിനെ നമ്മൾ ട്രൂ വാല്യൂ ആണെന്ന് അസ്യൂം ചെയ്തിട്ട് ഈ ട്രൂ വാല്യൂവിൽ നിന്ന് നമ്മൾ മെഷർ ചെയ്ത ഓരോ വാല്യൂവും തമ്മിലുള്ള ഡിഫറൻസ് എടുക്കാൻ പോവാണ്. ഇതാണ് എ മീൻ എന്ന് പറയുന്നതാണ് നമ്മുടെ ട്രൂ വാല്യൂ. ഈ എ മീനിൽ നിന്ന് നമ്മൾ മെഷർ ചെയ്ത ഓരോ വാല്യൂം ഏതാ, A1, A2, A3 എക്സെട്ര AN. ഈ വാല്യൂസിൻ്റെ ഡിഫറൻസ്, മാഗ്നിറ്റ്യൂഡിൻ്റെ ഡിഫറൻസ് എടുക്കാൻ പോവാണ്. അതിനാണ് നമ്മൾ അബ്സല്യൂട്ട് എറർ ഓഫ് ദി മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അബ്സല്യൂട്ട് എറർ ഓഫ് ദി മെഷർമെൻറ്റ് മീൻസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഇൻഡിവിജ്വൽ മെഷർമെൻറ്റ് ആൻഡ് ദ ട്രൂ വാല്യൂ ഓഫ് ദി ക്വാണ്ടിറ്റി ഈസ് കോൾഡ് അബ്സല്യൂട്ട് എറർ ഓഫ് ദ മെഷർമെൻറ്റ്. കിട്ടിയല്ലോ, ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദ individual measurement and the true value of the quantity is called absolute error of the measurement. ഈ absolute error of the measurement ഡിനോട്ട് ചെയ്യുന്നത് ഡെൽറ്റ എ വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ഡെൽറ്റ എ കാൽക്കുലേറ്റ് ചെയ്യാം. ഡെൽറ്റ എ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഓരോ ഇൻഡിവിജ്വൽ മെഷർമെൻറ്റും എ മീനിൽ നിന്നുള്ള ഡിഫറൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അത് ഡെൽറ്റ A1 ഈസ് ഈക്വൾ ടു A1 മൈനസ് എ മീൻ, ഡെൽറ്റ A2 ഈസ് ഈക്വൾ ടു A2 മൈനസ് എ മീൻ എക്സെട്ര ഡെൽറ്റ AN ഈസ് ഈക്വൾ ടു AN മൈനസ് എ മീൻ. ഇതാണ് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ നമ്മളിപ്പോൾ കണ്ട ഈ അബ്സല്യൂട്ട് എററിൻ്റെ മീൻ കണ്ടുപിടിക്കാൻ പോകണം. അബ്സല്യൂട്ട് എററിൻ്റെ മീൻ ഡെൽറ്റ A1, ഡെൽറ്റ A2 പ്ലസ് എക്സെട്ര ഡെൽറ്റ AN ഇല്ലേ, അതിൻ്റെ മീൻ കണ്ടുപിടിക്കാൻ പോകണം. ആ മീൻ കണ്ടുപിടിക്കുന്നതിന് നമ്മൾ ഡെൽറ്റ എ മീൻ എന്ന് ഡിനോട്ട് ചെയ്തു. ഡെൽറ്റ എ മീൻ ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് ഡെൽറ്റ A1 പ്ലസ് മോഡുലസ് ഓഫ് ഡെൽറ്റ A2 പ്ലസ് മോഡുലസ് ഓഫ് ഡെൽറ്റ A3 പ്ലസ് എക്സെട്ര പ്ലസ് മോഡുലസ് ഓഫ് ഡെൽറ്റ AN ബൈ N. ഓക്കെ, ഇതാണ് അബ്സല്യൂട്ട് എററിൻ്റെ മീൻ എന്ന് പറയുന്നത്. അബ്സല്യൂട്ട് എററിൻ്റെ മീൻ നമ്മൾ കണ്ടുപിടിച്ച വാല്യൂവും അതുപോലെ തന്നെ ട്രൂ വാല്യൂവും തമ്മിലുള്ള മാഗ്നിറ്റ്യൂഡിലുള്ള ഡിഫറൻസ് ഇല്ലേ, അതിനെയാണ് നമ്മൾ അബ്സല്യൂട്ട് എറർ എന്ന് പറയുന്നത്. അതിൻ്റെ മീനാണിത്. ഇനി അതിനെ നമുക്ക് വേണേൽ സമ്മേഷൻ വെച്ച് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. സിഗ്മ I ഈസ് ഈക്വൽ ടു 1 to N ഡെൽറ്റ AI ഡിവൈഡഡ് ബൈ N. ഐക്ക് 1 കൊടുത്താൽ ഇത് കിട്ടും, 2 കൊടുത്താൽ ഇത്, 3 കൊടുത്താൽ X ഡിവൈഡഡ് ബൈ N. ഓക്കെ, അപ്പോൾ നമുക്കത് സമ്മേഷനിലൊന്ന് സിഗ്മ I ഈസ് ഈക്വൽ ടു 1 to N മോഡുലസ് ഓഫ് ഡെൽറ്റ AI ഡിവൈഡഡ് ബൈ N ആണ്. ഇപ്പോൾ നമ്മളൊരു സിംഗിൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ ദ വാല്യൂ വി ഗെറ്റ് മേ ബി ഇൻ ദ റേഞ്ച് ഓഫ് എ മീൻ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ മീൻ. അത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോളുക. ഇപ്പം നമ്മൾ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്തു. ആ എക്സ്പെരിമെൻറ്റിൻ്റെ ട്രൂ വാല്യൂ എന്ന് പറയുന്നത് ഇപ്പം 2.5 ആണെന്ന് വിചാരിച്ചു.
ഇപ്പോൾ എ എന്ന് പറയുന്നൊരു കുട്ടി അത് ചെയ്തപ്പോൾ അവന് കിട്ടിയ വാല്യൂ 2.4ഉം ബി എന്ന് പറയുന്നൊരു സ്റ്റുഡൻറ്റ് ചെയ്തപ്പോൾ അവന് കിട്ടിയ വാല്യൂ 2.6ഉം ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണ്. ഇതാണ് നമ്മുടെ ട്രൂ വാല്യൂ എന്ന് പറയുന്നത്. എ മീൻ അല്ലെങ്കിൽ ട്രൂ വാല്യൂ എന്ന് പറയുന്നത് ഈ വാല്യൂ ആണ്. അപ്പോൾ ഇതിനകത്തുമുണ്ട് എറർ, ഇതിനകത്തും ഉണ്ട്. ഇതിനകത്തെ എറർ എന്ന് പറയുന്നത് 0.1 ആണ്, അത് എ മീനേക്കാളും കുറവാണ്. ഇതിനകത്ത് 0.1 എ മീനേക്കാളും കൂടുതലാണ്, ട്രൂ വാല്യൂവിനേക്കാളും കൂടുതലാണ്. അപ്പോൾ നമുക്ക് എ മീൻ ഒബ്സർവ്ഡ് വാല്യൂ എന്ന് പറയുന്നത് എ മീനേക്കാളും ±0.1 എന്ന് എഴുതാമല്ലോ. എന്ന് പറഞ്ഞാൽ 2.5 ±0.1 എന്ന് എഴുതാമല്ലോ. എന്ന് പറഞ്ഞാൽ എ മീൻ ± ഡെൽറ്റ എ മീൻ എന്ന് എഴുതാൻ പറ്റുമല്ലോ. കറക്റ്റ് അല്ലേ എഴുതിയത്? ഇതാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ എ എന്ന് പറയുന്ന വാല്യൂ എ ഈസ് ഈക്വൽ ടു എ മീൻ ± ഡെൽറ്റ എ മീൻ എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്ന വാല്യൂ എ മീനേക്കാളും കണ്ടോ എ മീൻ മൈനസ് ഡെൽറ്റ എ മീൻ, ഡെൽറ്റ എ മീനേക്കാളും ഗ്രേറ്റർ ഓർ ഈക്വൽ, അല്ലെങ്കിൽ എ മീൻ പ്ലസ് ഡെൽറ്റ എ മീനേക്കാളും ഡെൽറ്റ എ മീനേക്കാളും ലെസ്സർ ഓർ ഈക്വൽ. കണ്ടോ, ഇതാണ് കണ്ടീഷൻ വരുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ വാല്യൂ എന്തായിരുന്നു? നമ്മുടെ മെഷേർഡ് വാല്യൂ എന്ന് പറയുന്നത് എ മീൻ മൈനസ് ഡെൽറ്റ എ മീൻ, എ മീൻ മൈനസ് ഡെൽറ്റ എ മീൻ അതിനേക്കാളും ഗ്രേറ്റർ ഓർ ഈക്വൽ, അല്ലെങ്കിൽ എ മീൻ പ്ലസ് ഡെൽറ്റ എ മീനേക്കാളും ലെസ്സർ ഓർ ഈക്വൽ ആകാം. ഓക്കെ, ദിസ് ഇംപ്ലൈസ് ദാറ്റ് എനി മെഷർമെൻറ്റ് ഓഫ് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി എ ഈസ് ലൈക്ലി ടു ലൈ ബിറ്റ്വീൻ എ മീൻ പ്ലസ് ഡെൽറ്റ എ മീൻ ആൻഡ് എ മീൻ മൈനസ് ഡെൽറ്റ എ മീൻ, എ മീൻ പ്ലസ് ഡെൽറ്റ എ മീൻ ആൻഡ് എ മീൻ മൈനസ് ഡെൽറ്റ എ മീൻ. അപ്പം നമ്മുടെ any measurement of the physical quantity A is likely to lie between A mean plus delta A mean and A mean minus delta A mean. നമ്മളൊരു എക്സ്പെരിമെൻ്റ് നടത്തിയപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂസ് A1, A2, A3 എക്സെട്ര AN എന്ന് പറയുന്ന വാല്യൂസാണ് നമുക്ക് ഒബ്സർവേഷനിലൂടെ കിട്ടിയത്. ഉടനെ നമ്മൾ അതിൻ്റെ എ മീൻ കാണാൻ പോവുകയാണ്. എ മീൻ ഈസ് ഈക്വൽ ടു A1 പ്ലസ് A2 പ്ലസ് A3 പ്ലസ് എക്സെട്ര AN ഡിവൈഡഡ് ബൈ N. ഓക്കെ, ഈ എ മീൻ എന്ന് പറയുന്നത് ട്രൂ വാല്യൂവിനോട് ഈക്വൽ ആയിരിക്കും. ഈ എ മീൻ എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? എ മീൻ എന്ന് പറയുന്നത് ട്രൂ വാല്യൂ തന്നിട്ടില്ലെങ്കിൽ എ മീൻ ആയിരിക്കും നമ്മുടെ ട്രൂ വാല്യൂ. ഓക്കെ, എന്തായിരിക്കും? എ മീൻ നമ്മുടെ ട്രൂ വാല്യൂ ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇതിന് വേണ്ട സമ്മേഷൻ വെച്ച് നമുക്ക് എഴുതാം. എ മീൻ ഈസ് ഈക്വൽ ടു, സമ്മേഷൻ എഴുതണമെങ്കിൽ അത് എളുപ്പമാണ്. എ മീൻ ഈസ് ഈക്വൽ ടു സിഗ്മ I ഈസ് ഈക്വൽ ടു 1 to N AI ഡിവൈഡഡ് ബൈ N. ഇങ്ങനെ എഴുതാം നമുക്ക്. ഇങ്ങനെ എഴുതാൻ അറിയാൻ പാടില്ലെങ്കിൽ ഇത്ര എഴുതിയാൽ മതി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് അബ്സലൂട്ട് എറർ കണ്ട്. അബ്സലൂട്ട് എറർ എന്ന് പറയുന്നത് നമ്മൾ ഒബ്സർവ് ചെയ്ത ഈ വാല്യൂവും അതുപോലെ തന്നെ നമ്മുടെ ട്രൂ വാല്യൂ ഇല്ലേ, ട്രൂ വാല്യൂ എന്ന് പറഞ്ഞാൽ എ മീൻ, ഈ എ മീനും തമ്മിലുള്ള ഡിഫറൻസിനെയാണ്, മാഗ്നിറ്റ്യൂഡിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ അബ്സലൂട്ട് എറർ എന്ന്. ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഇൻഡിവിജ്വൽ മെഷർമെൻറ്റ് ആൻഡ് ദി ട്രൂ വാല്യൂ ഓഫ് ദി ക്വാണ്ടിറ്റി ഈസ് കോൾഡ് അബ്സലൂട്ട് എറർ ഓഫ് ദ മെഷർമെൻറ്റ്. ഓക്കെ, അപ്പം നമ്മൾ ഒബ്സർവ് ചെയ്ത വാല്യൂയും അതുപോലെ തന്നെ ട്രൂ വാല്യൂയും തമ്മിൽ, ട്രൂ വാല്യൂ രണ്ടിൻ്റെയും മാഗ്നിറ്റ്യൂഡ് തമ്മിലുള്ള ഡിഫറൻസിനെയാണ് അബ്സലൂട്ട് എറർ ഓഫ് ദി മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അബ്സലൂട്ട് എററിനെ ഡിനോട്ട് ചെയ്യുന്നത് ഡെൽറ്റ എ വെച്ചിട്ടാണ്. അപ്പോൾ അബ്സലൂട്ട് എറർ എന്ന് പറയുന്നത്, അബ്സലൂട്ട് എററിനെ ഡിനോട്ട് ചെയ്യുന്നത് അബ്സലൂട്ട് എററിനെ ഡിനോട്ട് ചെയ്യുന്നത് ഡെൽറ്റ എ വെച്ചിട്ടാണ്. അപ്പം നമുക്ക് ഡെൽറ്റ A1 എന്ന് പറയുന്നത് A1 മൈനസ് എ മീൻ ആയിരിക്കും. ഓക്കെ, അതുപോലെ ഡെൽറ്റ A2 എന്ന് പറയുന്നത് A2 മൈനസ് എ മീൻ ആയിരിക്കും. ഓക്കെ, എക്സെട്ര. ഓക്കെ, ഡെൽറ്റ AN ഈസ് ഈക്വൽ ടു AN മൈനസ്
എ എൻ മൈനസ് എ മീൻ ആയിരിക്കും. ഇനി നമുക്ക് കിട്ടിയ അബ്സലൂട്ട് എററില്ലേ, ഇതാണ് നമ്മുടെ അബ്സലൂട്ട് എറർ. ഈ അബ്സലൂട്ട് എററിൻ്റെ മീൻ നമുക്കൊന്ന് കണ്ടുപിടിക്കാം. അബ്സലൂട്ട് എററിൻ്റെ മീൻ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എ മീനാണ്. അത് കണ്ടുപിടിക്കാൻ എല്ലാത്തിൻ്റെയും മോഡുലസ് എടുത്തിട്ട് ഡെൽറ്റ എ, മോഡുലസ് ഓഫ് ഡെൽറ്റ എ വൺ പ്ലസ് മോഡുലസ് ഓഫ് ഡെൽറ്റ എ ടു പ്ലസ് എക്സെട്ര പ്ലസ് മോഡുലസ് ഓഫ് ഡെൽറ്റ എ എൻ, മോഡുലസ് ഓഫ് ഡെൽറ്റ എ എൻ ഡിവൈഡഡ് ബൈ എൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഡെൽറ്റ എ മീൻ കിട്ടി. ഇത് വേണം നമുക്ക് സമ്മേഷനിൽ എഴുതാം. സിഗ്മ ഐ ഈസ് ഈക്വൽ ടു 1 to n മോഡുലസ് ഓഫ് ഡെൽറ്റ എ ഐ ഡിവൈഡഡ് ബൈ എൻ. ഓക്കെ, ഐ മാറ്റി 1 ഇട്ട് കൊടുത്താൽ ഇത് കിട്ടും, 2 ഇട്ട് കൊടുത്താൽ ഇത്, അങ്ങനെ. ഇനി നമുക്ക് ഇഫ് യു ഡു എ സിംഗിൾ മെഷർമെൻ്റ് ആണെങ്കിൽ ദി വാല്യൂ വി ഗെറ്റ് മേ ബി ഇൻ ദ റേഞ്ച് എ മീൻ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ മീൻ ആയിരിക്കും. ഇപ്പം നമ്മളൊരു സിംഗിൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ, ഞാൻ മുമ്പേ പറഞ്ഞു, ഒരു കുട്ടി ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്തു, അവൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എ മീനേക്കാളും ചിലപ്പോൾ എറർ പ്ലസ് ഡെൽറ്റ എ മീൻ ആയിരിക്കും. അബ്സലൂട്ട് എറർ ആഡ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ അബ്സലൂട്ട് എറർ സബ്ട്രാക്റ്റ് ചെയ്യുന്നതാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് എ ഈസ് ഈക്വൽ ടു, വി ഡു എ സിംഗിൾ എക്സ്പെരിമെൻറ്റ്, വാല്യൂ വി ഗെറ്റ് മേ ബി ഇൻ ദ റേഞ്ച് എ മീൻ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ മീൻ ആയിരിക്കും. അപ്പോൾ ഈ എ എന്ന് പറയുന്ന വാല്യൂ കിടക്കുന്നത് എ മീൻ മൈനസ് ഡെൽറ്റ എ മീൻ. ഓക്കെ, ഓർ എ മീൻ പ്ലസ് ഡെൽറ്റ എ മീൻ. കറക്റ്റ് അല്ലേ? ഈ എ എന്ന് പറയുന്ന വാല്യൂ എ മീൻ മൈനസ് ഡെൽറ്റ എ മീനേക്കാളും ഗ്രേറ്റർ ആകാം, അല്ലെങ്കിൽ ഈക്വൽ ആകാം. അതുപോലെ എ മീൻ പ്ലസ് ഡെൽറ്റ എ മീനേക്കാളും ലെസ്സർ ഓർ ഈക്വൽ ആകും. ഓക്കെ, ഇനി അപ്പോൾ നമ്മുടെ എ എന്ന് പറയുന്ന വാല്യൂ, any measurement of the physical quantity A is likely to lie between A mean minus delta A mean and A mean plus delta A mean. അപ്പം നമ്മുടെ ഏത് മെഷർമെൻറ്റ്, നമ്മളൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ മെഷർമെൻറ്റ് എടുക്കുമ്പോൾ ആ മെഷർമെൻറ്റ് കിടക്കുന്നത് എ മീൻ മൈനസ് ഡെൽറ്റ എ മീനും എ മീൻ പ്ലസ് ഡെൽറ്റ എ മീനും ഇടയ്ക്കായിരിക്കും. ഇനി നമുക്ക് അബ്സലൂട്ട് എറർ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് റിലേറ്റീവ് എററും പെർസെൻറ്റേജ് എററും നോക്കണം. എന്താണ് റിലേറ്റീവ് എറർ? ഓക്കെ, അപ്പോൾ റിലേറ്റീവ് എറർ ഓർ പെർസെൻറ്റേജ് എറർ, റിലേറ്റീവ് എറർ ഓർ ദി പെർസെൻറ്റേജ് എററിനാണ് നമ്മൾ ഇപ്പം കാൽക്കുലേറ്റ് ചെയ്ത്. റിലേറ്റീവ് എറർ ഈസ് ദ റേഷ്യോ ഓഫ് ദി മീൻ അബ്സലൂട്ട് എറർ ഡെൽറ്റ എ മീൻ ടു ദ മീൻ വാല്യൂ എ മീൻ ഓഫ് ദി ക്വാണ്ടിറ്റി മെഷേർഡ്. ഷോർട്ട് ഫോമിൽ പറഞ്ഞുതരാം. റിലേറ്റീവ് എറർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് മീൻ absolute error delta a mean. കണ്ടോ, mean absolute error means that is delta a mean. Mean absolute error to the a mean. A mean means mean value of the quantity. Okay, but relative error is the ratio of the mean absolute error. This is known as mean absolute error to the a mean of the quantity measured. എളുപ്പമല്ലേ? റിലേറ്റീവ് എറർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അബ്സലൂട്ട് എററിൻ്റെ മീൻ കാണണം, അതേ ഡിവൈഡഡ് ബൈ നമ്മുടെ ട്രൂ വാല്യൂ എന്ന് പറഞ്ഞാൽ എ മീൻ. അപ്പോൾ റിലേറ്റീവ് എറർ ഈസ് ദ റേഷ്യോ ഓഫ് അബ്സലൂട്ട് എറർ ടു ദ ട്രൂ വാല്യൂ മീൻസ് എ മീൻ. The next we can measure the percentage error. Percentage error, that means delta A is equal to relative error into 100. Relative error എന്താണെന്ന് നമുക്കറിയാലോ, ഡെൽറ്റ എ മീൻ ഡിവൈഡഡ് ബൈ എ മീൻ ഇൻറ്റു 100. ഓക്കെ, ദാറ്റ് ഈസ് നോൺ ആസ് പെർസെൻറ്റേജ് എറർ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, റിലേറ്റീവ് എറർ ഇൻറ്റു 100.
Okay, that is the percentage error. Relative error into 100, that is known as percentage error. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ആദ്യം നമ്മളൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി മെഷർ ചെയ്യും. ആ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ മെഷർമെൻറ്റ് പല മെഷർമെൻറ്റായിട്ട് നമ്മളെടുത്തു. A1, A2, A3 എക്സെട്ര AN എടുത്തു. ഉടനെ നമ്മൾ അതിൻ്റെ A മീൻ കാണാൻ വേണ്ടി എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ N ചെയ്തു. അപ്പോൾ നമുക്ക് A മീൻ കിട്ടി. എന്നിട്ട് ഈ A മീനും ഓരോ A1ഉമായിട്ടുള്ള ഡിഫറൻസ് നമ്മൾ കണ്ടുപിടിച്ചു. A1 മൈനസ് A മീൻ ഇങ്ങനെ കണ്ടു. അപ്പോൾ നമുക്കിത് നമ്മൾ അബ്സലൂട്ട് എറർ എന്ന് പറയുന്നു. അടുത്ത സ്റ്റെപ്പ് നമ്മൾ അബ്സലൂട്ട് എററിൻ്റെ മീൻ കണ്ടുപിടിച്ചു. അതെല്ലാം കൂടെ ആഡ് ചെയ്ത് ഡിവൈഡഡ് ബൈ N ചെയ്തു. അപ്പോൾ നമ്മുടെ മെഷേർഡ് വാല്യൂ എന്ന് പറയുന്നത് A മീനേക്കാളും ഈ അബ്സലൂട്ട് എറർ ആഡ് ചെയ്യുന്നതാകാം, അല്ലെങ്കിൽ സബ്ട്രാക്റ്റ് ചെയ്യുന്നതാകാം. എന്ന് പറഞ്ഞാൽ A ഈസ് ഈക്വൽ A മീൻ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ A മീനാണ്. എന്ന് പറഞ്ഞാൽ എയുടെ വാല്യൂ A മീൻ മൈനസ് ഡെൽറ്റ A മീനേക്കാളും ഗ്രേറ്ററോ ഈക്വൽ ആകാം, അല്ലെങ്കിൽ A മീൻ പ്ലസ് ഡെൽറ്റ A മീനേക്കാളും ലെസ്സറോ ഈക്വലോ ആകാം. ഇത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ കണ്ടുപിടിച്ചത് എന്തായിരുന്നു? ഇനി നമ്മൾ റിലേറ്റീവ് എററിലേക്കാണ് പോകുന്നത്. റിലേറ്റീവ് എറർ എന്ന് പറയുന്ന റേഷ്യോ ഓഫ് ദ ഡെൽറ്റ A മീൻ ടു ദ A മീൻ. ഓക്കെ, റേഷ്യോ ഓഫ് ദ ഡെൽറ്റ A മീൻ ടു ദ A മീൻ. ഡെൽറ്റ A മീൻ മീൻസ് അബ്സലൂട്ട് എറർ, റേഷ്യോ ഓഫ് ദി അബ്സലൂട്ട് എറർ ടു ദ A മീൻ. Okay, ഇനി percentage error means relative error into 100. Otherwise, delta A mean divided by A mean into 100. Percentage error can be denoted by using the letter delta A. Okay guys, study up to here. In the remaining topics we will study in the next class. Okay, bye.